ഫ്ലൈറ്റ് സ്കൈ ഈസി ചേർമ്പോൾ നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമ്മളങ്ങോട്ട് ലീക്കാക്കാൻ പോവുകയാണ്. ഈ ഒരു വീഡിയോ മൊത്തം കണ്ടിട്ട് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഴ്സിംഗ് ഇൻ്റർവ്യൂ എക്സാം വളരെ ഈസി ആയി പാസ്സാവും. ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ അവർ ചോദിക്കും, ഹലോ വിക്കറ്റ് സീന. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെ ഐ കോണ്ടാക്ട് നടത്തി ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടിരുന്നിട്ട് പറയണം, ഡാങ്കെ സർ മിയർ ഗുഡ് ഇനിനൻ മിയർ ഗേറ്റ് ഇസ് ഗുഡ് ഇനിനൻ. അടുത്ത ക്വസ്റ്റ്യൻ അവർ ഉറപ്പായിട്ടും ചോദിക്കുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാനായിരിക്കും. 3 രീതിയിലായിരിക്കും അവർ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുക. ഫസ്റ്റ്, ക്യോണൻസി സിഷ്ഫോർ സ്റ്റെല്ലൻ, സ്റ്റെല്ലൻസി സിഷ്ഫോർ, എർസാലൻസി ഉംകുർസ് ഊബർസിഷ്. ഇതിനെല്ലാത്തിനും ഇങ്ങനെ 3 രീതിയിലായിരിക്കും അവർ നമ്മളോട് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ ചോദിക്കുക. ഇനി നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ E1 പഠിച്ച പോലത്തെ സെൽഫ് ഇൻട്രൊഡക്ഷൻ അല്ല നമ്മൾ ഇൻ്റർവ്യൂവിൽ പറയേണ്ടത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കേണ്ട സംഭവങ്ങളാണ് നെയിം, ഏജ്, കൺട്രി, എഡ്യൂക്കേഷൻ, ഹോബി, വിച്ച് ഹൗസ് ബിൽഡിംഗ്, വൈ ജർമ്മനി. പിന്നെ ഫാമിലീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നും കൂടി ആഡ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ അവരെന്തായാലും ചോദിക്കുക നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. കൂടുതലായിട്ടും ചോദിക്കുന്നത് ഹോബിയുമായിരിക്കും അവർ പിടിക്കുക. നമുക്കിപ്പോൾ പാട്ട് കേൾക്കാൻ ഇഷ്ടമെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും, വെൽഷേ മ്യൂസിക് ഹോറൻസി ഗൺ. ആൻസർ പറയുമ്പോൾ ഇഷ് ഹോറെ ഗൺ എന്ന് പറഞ്ഞിട്ട് മ്യൂസിക്കിൻ്റെ പേര് പറയും. 1 വേർഡ് ആയിട്ട് ഒരിക്കലും ആൻസർ പറയാതിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നത് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നത് വാസ് വിസൻസി ഊബർ ദിസ് ഹൗസ് ബിൽഡിംഗ്, വാട്ട് ഡു യു നോ അബൌട്ട് ദിസ് ഹൗസ് ബിൽഡിംഗ്. എന്തൊക്കെ നിങ്ങൾക്ക് ഈ ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് അറിയാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേഴ്സാണെങ്കിൽ അവർ ചോദിക്കുക നമുക്ക് എന്തൊക്കെ ഈ ഒരു ക്രാങ്ക് ആൻഡ് ഫ്ലിക്കർ, ഹൗസ് ബിൽഡിംഗ് എന്നുള്ളത് ക്രാങ്ക് ആൻഡ് ഫ്ലിക്കർ ആവും ക്വസ്റ്റ്യൻ, അത്രേ ഉള്ളൂ. എന്തൊക്കെ നിങ്ങൾക്ക് ഈ ഒരു നേഴ്സിങ്ങിനെ കുറിച്ചിട്ട് അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ വേൽഷ ഹൗസ് ബിൽഡിംഗ് ഹാപ്പൻസി ഹൗസ് ഗവാൾട്ട് ഉണ്ട് വാരൻ. ഇനിയിപ്പോൾ നിങ്ങൾ നേഴ്സാണെങ്കിൽ വേൽഷ ക്രാങ്ക് ആൻഡ് ഫ്ലിക്കർ ഹാപ്പൻസി ഹൗസ് ഗവാൾട്ട് ഉണ്ട് വാരൻ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു നേഴ്സിംഗ് ചൂസ് ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഹൗസ് ബിൽഡിംഗ് ചൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ ഇത് നന്നായി പ്രിപ്പയർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ വാരൻ ഹാപ്പൻസി സിഷ്വോ ദീസി ഹൗസ് ബിൽഡിംഗ് ഇൻട്രസീരൻ വാരൻ നിഷ് അന്തേരൻ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു സ്പെസിഫിക് ഹൗസ് ബിൽഡിംഗ് ചൂസ് ചെയ്ത്, നിങ്ങൾ എന്തുകൊണ്ടാണ് വേറൊരു ഓപ്ഷനിലേക്ക് മൂവ് ചെയ്യാഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾ നേഴ്സാണെങ്കിൽ വാരൻ ഹാപ്പൻസി സിഷ്വോ ദീസെ ക്രാങ്ക് ആൻഡ് ഫ്ലിക്കർ വാരൻ നിഷ് അന്തേരൻ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സ്പെസിഫിക് നേഴ്സ് ചെയ്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ വേറെ ചൂസ് ചെയ്യാതിരുന്നത് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. സോ ഇത് നന്നായി പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബെഷൈമൻസി ഐനൻ ബസന്തേഴ്സ് ശ്രീരംഗൻ ടാഗ്. നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ചലഞ്ചിങ് ഡേനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയും. ഉറപ്പായും ചോദിക്കൂട്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൺ കംസ് ടു nach Deutschland വേഴ്സസ് മിഡം ഡൈനസ് മാനസ്. നിങ്ങൾ ഡോയ്ച്ച്ലാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഹസ്ബൻഡ്സിൻ്റെ പാരൻസിനെ ആര് നോക്കും. നിങ്ങൾ വിചാരിക്കണോ ഇതൊക്കെ ചോദിക്കും. റിലേറ്റഡ് ആയി ഇപ്പോൾ 2-3 പേരായി പറയുന്നു ഈ ചോദ്യം വന്നു എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ ഡു മക്സ് ഡൈനൻ ജോബ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ഇഷ്ടമാണോ? അപ്പോൾ അതെ, ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ നല്ല പെർഫെക്ഷൻ ആയിട്ടൊരു ആൻസർ മേക്ക് ചെയ്ത് പറയാം. വാസ് ഈസ് ഗ്രൂണ്ട് ഫ്ലീക്ക്. എന്താണ് ബേസിക് കെയർ? ബേസിക് കെയർ എന്താ? ആൻസർ പറഞ്ഞുതരാം. ഗ്രൂണ്ട് ഫ്ലീക്ക് ഈസ് എ regelmäßige Pflege. Patienten nicht alltägliche Körperpflege und Versorgung selbstständig durch Führerkontrolle. ഈ ആൻസർ തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ welche Fähigkeiten sind für den Beruf den Krankenschwester unerlässlich? What are the essential skills needed for a nurse? എന്തൊക്കെ സ്കില്ലാണ് ഒരു നേഴ്സിന് വേണ്ടത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ പറയുമ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ട 3 പോയിൻറ്റ്സ് ആണ്. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ, പേഷ്യൻറ്റിനായിട്ടും പേഷ്യൻറ്റിൻ്റെ ഫാമിലീസിനായിട്ടും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ട് എപ്പോഴും കീപ്പ് ചെയ്യണം എന്ന രീതിക്ക് വേണം നമ്മൾ ഇതിൻ്റെ ആൻസർ പറയാൻ. അടുത്ത ക്വസ്റ്റ്യൻ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കാണ്, ഒരു ക്വസ്റ്റ്യൻ പോലും മിസ്സായി പോകാതിരിക്കാൻ. വാസ് ഹാഡ് സി ദസ് ബിബോഗൻ ക്രാങ്കൻഷ്വസർ സുവരടൻ. വാട്ട് മെയ്ഡ് യു ഡിസൈഡ് ടു ബിക്കം എ നഴ്സ്. ഒരു നേഴ്സ് ആവാൻ നിങ്ങൾ ആഗ്രഹിച്ചത് എപ്പോഴാണ് എന്നുള്ളൊരു ഇത്. അപ്പോൾ ചരിത്രം പറയണ പോലെ ഒരു സ്റ്റോറി മേക്ക് ചെയ്ത് പറയാതെ
എന്തെങ്കിലും ഒരു 4-3 പോയിൻറ്റ്സിൽ നമ്മുടെ ആൻസർ ഒതുങ്ങുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിൻ്റെ ആൻസർ പറയാം. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ആൻസർ പറയുമ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം, വാല്യുബിൾ ആയിട്ടുള്ള ഒരു ആൻസറും ആയിരിക്കണം. സോ ഓൾ ദ ബെസ്റ്റ്. മേക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. വി വുഡൻസ് ഇഹറെ കമ്മ്യൂണിക്കേഷൻ ഫൈഗൈറ്റ് ഉണ്ട് ദേരൻ ഫാമിലി ഐൻഷാറ്റ്സ്. നമ്മളടുത്ത് ഇൻ്റർവ്യൂ ചോദിക്കുകയാണ്, നിങ്ങൾ തന്നെ ഒന്ന് റേറ്റ് ചെയ്തേ. നിങ്ങൾ ഫാമിലീനായിട്ടും പേഷ്യൻറ്റിനായിട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന് നിങ്ങളെ തന്നെ ഒന്ന് റേറ്റ് ചെയ്തേ. അപ്പോൾ ഇതിനും നല്ല ആൻസർ പറയണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ പാർട്ട് 2 വരുന്നതായിരിക്കും. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയെടുത്തിട്ട് കറക്റ്റായിട്ട് പഠിക്കുക. അടുത്ത പാർട്ട് 2 വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസും എല്ലാ പാർട്ടിലും പറയുന്ന ക്വസ്റ്റ്യൻസും കറക്റ്റായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ഈസിയായി പാസ്സാവും. അപ്പോൾ അടുത്ത വീഡിയോ ഇടുന്നത് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഫോളോ ദ പേജ്, ആ ബെല്ലൊക്കെ ഒന്ന് അമർത്തി ഈസി ജർമ്മൻ ഒരു പവർ വരുത്തുക. ഓക്കെ, ഡാങ്കെ, auf Wiedersehen. Thank you.